രാജ്യത്ത് തീവ്രവാദത്തിനെതിരെ ശക്തമായ തിരിച്ചടി നൽകിയ സേനകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിവാദ്യം. ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചതിനുള്ള ശക്തമായ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ വിജയം രാജ്യത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും സമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂറിനും തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷത്തിനും ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. നമ്മുടെ പെൺകുട്ടികളുടെ സിന്ദൂരം മായ്ച്ചുകളഞ്ഞ ഭീകരരെ ഭൂമുഖത്തുനിന്ന് തുടച്ചുനീക്കിയെന്നും ഇന്ത്യൻ തിരിച്ചടികളെ ഭയന്ന് ലോകം മുഴുവൻ രക്ഷതേടി നടന്ന പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്നും ആ ബ്ലാക്ക്മെയിൽ ഇവിടെ ചെലവാകില്ലെന്നും പ്രധാനമന്ത്രി ശക്തമായ ഭാഷയിൽ പറഞ്ഞു. ന്യൂസ് 14 മലയാളം. ഇതിൽ 5 പേരാണ് സിംറ്റംസ് ഉള്ള 5 പേര് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിലുണ്ട്. ഒരു ആൾ ഈ ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സാണ്, മറ്റൊരു ജില്ലയിലാണ്, എറണാകുളം ജില്ലയിലാണ് ഉള്ളത്. അത് ഐഡന്റിഫൈ ചെയ്തു. മലപ്പുറത്ത് നിപ ബാധിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 2 പേരുടെ പരിശോധനാഫലം കൂടി നെഗറ്റീവായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇതോടെ 49 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. ഇന്ന് 40 പേരെയാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇതോടെ ആകെ 152 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. രോഗിയുടെ ബന്ധുക്കളുമായിട്ടും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലുമായിട്ടും ഒക്കെ തന്നെ ആശയവിനിമയം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. പുതുതായി ചുമതലയേറ്റ KPCC അധ്യക്ഷന് സണ്ണി ജോസഫും മറ്റ് ഭാരവാഹികളും ഇന്ന് ഹൈക്കമാൻഡ് നേതാക്കളെ കാണും. വൈകിട്ട് 4 മണിക്ക് AICC ആസ്ഥാനത്താണ് കൂടിക്കാഴ്ച. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുന ഖർഗെ, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി തുടങ്ങിയവര് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. തൃശൂർ പൂരത്തിനിടെ ആന ഓടിയ സംഭവത്തിൽ പാറമേക്കാവ് ദേവസ്വം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ആനകളുടെ കണ്ണുകളിലേക്ക് ലേസർ രശ്മി പതിപ്പിച്ചതാണ് ഇതിന് കാരണമെന്നും ഇതേ തുടർന്നാണ് ആനകൾ പരിഭ്രാന്തരായി ഓടിയതെന്നും ദേവസ്വം ആരോപിക്കുന്നു. തൃശൂർ പൂരപ്പറമ്പിൽ ലേസറുകൾ നിരോധിക്കണമെന്നും പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലേസർ ആക്രമണത്തിന് പിന്നിൽ ചില സംഘടനകൾക്ക് പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും ആനകളെ എഴുന്നള്ളിക്കുന്നതിനെ എതിർക്കുന്ന സംഘടനകൾ ബോധപൂർവം പ്രശ്നമുണ്ടാക്കിയതാണോ എന്നും അവർ സംശയം പ്രകടിപ്പിച്ചു.